GHFിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു ഗാർഡൻ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞൊരു ഗാർഡൻ വീഡിയോ എന്ന് പറഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പോട്ടിലൊക്കെ എന്ന് പറയുന്നത് അല്ലെ നമ്മുടെ 10 മണി എന്ന് പറഞ്ഞ ചെടി കുറച്ച് സമയത്തിന് മുമ്പ് വരെ, അതായത് ഒരു 2 വർഷത്തിന് മുമ്പ് വരെ ഭയങ്കര ട്രെൻഡിങ്ങിൽ എല്ലാവരും കളക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇനമാണ്. നമ്മളും നല്ല രീതിയിൽ അത് കൃഷിയും കാര്യമായിട്ട് ചെയ്തിട്ട് അതിൻ്റെ തണ്ടുകൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പല വെറൈറ്റികൾ ഇറക്കിയിട്ട് നമുക്കൊരു 100ഓളം വെറൈറ്റി, അതിന് മേളിലും കണ്ട് വെറൈറ്റികളുണ്ടായിരുന്നു. അതിൽ ജംബോ ഉണ്ട്, മിനിയേച്ചർ ഉണ്ട്, അങ്ങനെ കുറേ വെറൈറ്റികളുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആ 10 മണി അല്ലെങ്കിൽ നമ്മുടെ പോട്ടിലക്കയിൽ തന്നെ മിനിയേച്ചർ എന്ന് പറയുന്ന അടിപൊളി ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ആ മിനിയേച്ചർ വെറൈറ്റിയെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മൾ വീഡിയോ കാണുന്നത്. അപ്പോൾ ഇതേപോലത്തെ മിനിയേച്ചർ വെറൈറ്റി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ കളർ ഷെയ്ഡുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതേപോലെ തന്നെ ഈ മിനിയേച്ചർ വെറൈറ്റി നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അതുകൂടി ഒന്ന്, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെന്നൊരിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ ചെടി കണ്ടിട്ട് എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയാലോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വെറൈറ്റിയാണ് നമ്മുടെ മിനിയേച്ചർ പോട്ടിലക്ക എന്ന് പറയുന്നത്. ഇതിൻ്റെ നമുക്ക് ലഭ്യമായ ഒരു കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു കളർ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. നമ്മുടെ പോട്ടിലക്ക പോലെ തന്നെ സിംഗിൾ പെറ്റലായിട്ടുള്ള ഇനമാണ് ഇതെന്ന് പറയുന്നത്. സിൻഡ്രല്ല എന്നൊക്കെ പറയുന്ന പല വകഭേദങ്ങളുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് ഇത് പോട്ടിലക്കയായിട്ട് തന്നെയാണ് അറിയപ്പെടാറുള്ളത്. കാരണം അതിൻ്റെ ലീഫ് നോക്കിയാൽ മതി. സിൻഡ്രല്ലയുടെ ലീഫും പോട്ടിലക്കയുടെ ലീഫും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പൂവിൻ്റെ കളർ ഷെയ്ഡ് ഇതാണ്. അതേപോലെ തന്നെ വളരെ ചെറിയ മിനിയേച്ചറായിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഇത് കേട്ടോ. അതിൻ്റെ ഈ ഫ്ലവർ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിരിക്കും കാണുന്നത്. ചെടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ചെടിയുടെ ഗ്രോത്ത് ഒരല്പം സ്ലോയിലാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇതൊക്കെ കാണുന്നതെന്ന് വെച്ചാൽ ഇത് വർഷങ്ങളായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയിരിക്കുന്ന ചെടികളും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ ഒരു തണ്ട് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കിളിപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാ തണ്ടുകളും തന്നെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. കാരണം ഈ ഒരു വെറൈറ്റി നമ്മുടെ ഇന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി വലിയ കെയറോ അല്ലെങ്കിൽ വലിയ പ്രയാസമൊന്നും ഇല്ലാത്തൊരു വെറൈറ്റി തന്നെയാണ് മിനിയേച്ചർ പോട്ടിലൊക്കെ എന്ന് പറയുന്നത്. ജംബോ ഒക്കെ വളർത്തുന്നതിനെക്കാട്ടിലും അല്ലെങ്കിൽ മറ്റ് പോട്ടിലൊക്കെ വളർത്തുന്നതിനെക്കാട്ടിലും വളരെ എളുപ്പമാണ് കേട്ടോ. ഇത് സ്ലോയിലൊരു ഗ്രോത്താണ്, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ എല്ലാ തലപ്പുകളിലും ഇതേപോലെ ഫ്ലവറുകൾ തരാനുള്ള സാധ്യത അല്ലെങ്കിൽ ടെൻഡൻസി ചെടി എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കും. എങ്ങനെ പോയാലും അത്യാവശ്യം നല്ലൊരു ചെടി ഉണ്ടെങ്കിൽ ഒരു 5-6 ഫ്ലവറോളം എങ്ങനെ പോയാലും എപ്പോഴും നമുക്ക് കിട്ടും. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കും എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ്. യാതൊരുവിധ മെയിൻ്റെനൻസോ അല്ലെങ്കിൽ വലിയ പ്രയാസങ്ങളൊന്നുമില്ല. നമ്മൾ ചാണകപ്പൊടി കൊടുത്തിട്ടുള്ള അടിവളമായിട്ട് ചാണകപ്പൊടിയും ഗാർഡൻ സോയിലും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നടുന്ന തണ്ടുകൾ കിളിപ്പിച്ചെടുത്ത് അതിൻ്റെ വേര് വന്ന ചെടികൾ ആ വേരൊന്നും നഷ്ടപ്പെടാത്ത രീതിയിൽ പറിച്ചു വയ്ക്കുകയോ അല്ലെങ്കിൽ ഡയറക്റ്റ് അതിലേക്ക് വെച്ചിട്ടോ നമുക്കിത് തന്നെ വളർത്തിയെടുക്കാൻ സാധ്യമാകുന്നതാണ്. അപ്പോൾ 1:1 എന്ന അനുപാതത്തിൽ തന്നെ ഗാർഡൻ സോയിലും അതേപോലെ തന്നെ അടിവെള്ളം കൂടി കൊടുക്കാൻ സാധിക്കണം. മണ്ണിന് ഒരല്പം ഇളക്കമുള്ള രീതിയിൽ നിൽക്കാമെങ്കിൽ അല്ലെങ്കിൽ ഇച്ചിരി ഈർപ്പം കൂടി നിലനിൽക്കുന്ന രീതിയിൽ, എന്നാൽ വെള്ളം കെട്ടുക എന്നുള്ളതല്ല, ഈർപ്പം കൂടി നിലനിന്ന് മണ്ണിനൊരു ഇച്ചിരി ഇളക്കമുള്ള രീതിയിലാണ് ചെടി നിൽക്കുന്നതെന്നൊരിൽ ചെടി അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാൻ അല്ലെങ്കിൽ ചെടി അടിപൊളിയായിട്ട് വളർന്നു വരുന്നുണ്ട്. ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടോ നിലത്ത് പടത്തിയോ അല്ലെങ്കിൽ ചെടിച്ചട്ടികളിൽ വെച്ച് ഹൈലൈറ്റ് ചെയ്തൊക്കെ നമുക്കിത് എങ്ങനെ വേണമെങ്കിലും വളർത്തിയെടുക്കാം. ഈ ചെടി അല്ലെങ്കിൽ ഈ മിനിയേച്ചർ പോട്ടിലൊക്കെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ തണ്ടുകൾ കട്ട് ചെയ്ത് പുതിയത് പ്രൊപ്പഗേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ പുതിയ ശാഖകൾ പൊട്ടിച്ചെടുക്കാനും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അതേപോലെ തന്നെ ഇതിന് മഴക്കാലത്ത് നമ്മളൊരു കെയർ കൊടുത്തിരിക്കണം. മഴക്കാലത്ത് ഇതിനെ ഫ്ലവറിലേക്ക് വിടാതെ, ഇതിൻ്റെ ചെറിയ ഫ്ലവറാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല മറ്റു പോട്ടിലൊക്കെ അപേക്ഷിച്ച്. എന്നിരുന്നാലും നമ്മൾ അന്നൊരു ഫ്ലവറിലേക്ക് വിടാതെ ഇതിനെ ട്രിം ചെയ്തും വെച്ച് അതിൻ്റെ പുതിയ തലപ്പുകൾ അല്ലെങ്കിൽ പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി അതിനെ മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തലപ്പുകൾ കണ്ടിച്ച് വയ്ക്കുമ്പോൾ ഇലകളുടെ ഇതെല്ലാം കുറയുകയും അല്ലെങ്കിൽ ആ ചെടി ഒന്ന് വൃത്തിയാകുകയും അതേപോലെ തന്നെ വെള്ളം കെട്ടിക്കിടക്കാതിരിക്കുകയും അല്ലെങ്കിൽ വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് ചെടിയിലേക്ക് വീണതിന് ശേഷം നശിച്ചു പോകുന്നതിനുള്ള ടെൻഡൻസി അങ്ങനത്തെ ഇതെല്ലാം കുറയ്ക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റു പോട്ടിലൊക്കെ പോലെ ആഴ്ചയിലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴുള്ള വളപ്രയോഗ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഇവയ്ക്ക് വല്ലപ്പോഴും എന്തെങ്കിലും ഒരു ജൈവവളം, സ്ലറി പോലുള്ള ജൈവവളങ്ങൾ ലിക്വിഡ് ഫോർമാറ്റിൽ ഇതിന് കൊടുത്താൽ മതിയാകും. അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു കാരണവശാലും കടുപ്പം കൂടാൻ പാടില്ല. ഇതിൻ്റെ തണ്ടുകൾക്ക് എന്തെങ്കിലും ക്ഷതം സംഭവിക്കുകയോ അല്ലെങ്കിൽ തണ്ടുകൾ ചെയ്യാനിടെ ഇടവരുത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ ചെടി നശിച്ചു പോകുന്നതാണ്. അപ്പോൾ അതും കൂടി ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ വളപ്രയോഗവും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി. അതേപോലെ തന്നെ ഈ ചെടിയുടെ അല്ലെങ്കിൽ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും ചെടിച്ചോട്ടി വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല. അതിപ്പോൾ മഴക്കാലത്തായാലും ശരി അല്ലാതെ നമ്മൾ കൊടുക്കുന്ന വെള്ളമായാലും ശരി ഇത് കെട്ടിക്കിടക്കാൻ പാടില്ല. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല വെയിലുള്ളിടത്ത് തന്നെ ഇവ വളർത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഒരു പാർഷ്യലി ഷെയ്ഡ് ആണെങ്കിലും വലിയ കുഴപ്പമില്ല. ഫ്ലവറുകളുടെ എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുമെന്നേ ഉള്ളൂ. എന്നാൽ നല്ല വെയിലുള്ളിടത്ത് ചെടി നിൽക്കുന്നത് അല്ലെങ്കിൽ വളരുന്നതെന്ന് വരില്ല. അടിപൊളിയായിട്ട് നമുക്ക് ധാരാളം ഫ്ലവറും അതേപോലെ തന്നെ ചെടി നല്ല ഗ്രോത്തും കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ലീഫുകളുടെ സൈസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ചെടിയുടെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ മനസ്സിലാകും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരു മറ്റ് നമ്മുടെ പോട്ടിലൊക്കെ പോലെ പെട്ടെന്ന് ചാട്ടിക്കയറി വളർന്ന് അല്ലെങ്കിൽ വലിയ പ്ലാന്റുകളായിട്ട് മാറത്തില്ല. ചെറിയൊരു സ്ലോയിലാണ് ഇവയുടെ ഗ്രോത്ത് ഉണ്ടാകുന്നത്.
അതേപോലെ അത്രയുമാണ് ഈ ചെടിയുടെ പ്രത്യേകതയും കാര്യങ്ങളും നമുക്ക് പറയുന്നത്. സൺലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് പോട്ടിലൊക്കെ വളർത്തുന്ന പോലെ തന്നെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഏതൊരാൾക്കും അടിപൊളിയായിട്ട് നമ്മുടെ ഈ മിനിയേച്ചർ പോട്ടിലൊക്കെ അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാൻ സാധ്യമാകുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആ പഴയ ഞങ്ങളുടെ 100ഓളം വെറൈറ്റികൾ നമ്മളെങ്ങനെ വളർത്തി അത് അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ ഏതൊക്കെ വെറൈറ്റികളായിരുന്നു ഉണ്ടായിരുന്നതെന്നൊക്കെ കാണണമെന്നൊരിൽ ഞാൻ ഇതിൻ്റെ എൻ്റെ സ്ക്രീനിൽ ഒരു വീഡിയോ കൊടുത്തിരിക്കാം. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സിൻഡ്രല്ല വെറൈറ്റി അതേപോലെ തന്നെ പോട്ടിലൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ചെടികൾ ഇഷ്ടംപോലെ കളർ ഷെയ്ഡുകളിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്തരം കാർഷിക സംബന്ധമായ ഗാർഡൻ സംബന്ധമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണോടി പ്രസ് ചെയ്യുക. താങ്ക്